PSC എക്സാം എന്ന് പറയുന്നത് എന്തു പഠിച്ചാലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കുന്നത്? ആദ്യമായിട്ട് PSC എക്സാമിലേക്ക് വരുന്ന പലരും ഇപ്പോൾ അറിയുന്ന ഒരു വാക്കായിരിക്കും വരാൻ പോകുന്നു LDC എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായും ചോദിക്കുന്നതിന് ഒരു സിലബസ് ഉണ്ട്. നമുക്ക് പ്രോപ്പർ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് ഒരു സിലബസ് ഉണ്ട്. 10ാം ക്ലാസ് വരെയുള്ളതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചറായിട്ട് ചോദിക്കുന്നത്. കണക്ക്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ വിഷയങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ സോഷ്യൽ സയൻസ് എവിടെ നിന്നാണ് ചോദിക്കുന്നത്? ചരിത്രമായാലും അതോടൊപ്പം തന്നെ ജോഗ്രഫി ആയാലും ഒക്കെ എന്തായിരിക്കും കൂടുതലും SCERT ബേസ് ചെയ്തിട്ടായിരിക്കും ചോദിക്കുന്നത്. അതായത് 5 മുതൽ 10 വരെയുള്ള SCERT പാഠപുസ്തകങ്ങളാണ് ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ പഠിക്കേണ്ടതിന് എവിടെയാണ് എന്ന് മനസ്സിലായി. പക്ഷേ ഇത് മാത്രമായിരിക്കുമോ ചോദിക്കുന്നത്? ഒരിക്കലുമല്ല. അവിടെ മറ്റൊരു വലിയ സങ്കീർണമായ വിഷയമുണ്ട്. അതാണ് കറണ്ട് അഫെയർസ്. ഈ ചോദ്യങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ ഏതൊരു ചോദ്യങ്ങളായാലും അതിൻ്റെ ഒന്ന് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു 2-3 ഫാക്ട്സുകൾ നമ്മൾ അറിയുന്ന SCERT പാഠപുസ്തകങ്ങളിൽ നിന്നും മറ്റൊരെണ്ണമൊക്കെ കറണ്ട് അഫെയർസുമായി ബന്ധപ്പെട്ടതും, അതല്ല എങ്കിൽ ഇന്ത്യ ചരിത്രം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ കേരള ചരിത്രം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്, ഇങ്ങനെ 4-5 ഫാക്ട്സ് ആയിട്ടായിരിക്കും പുതിയ ട്രെൻഡിൽ പരീക്ഷയിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുന്നത്. അപ്പോൾ പഠിച്ചു തുടങ്ങേണ്ടതെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള നമ്മുടെ SCERT കവർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു 3 മാസം 4 മാസം എടുത്തിട്ട് നമ്മൾ അതിൻ്റെ എല്ലാ പോർഷനുകളും നമ്മൾ പഠിച്ചെടുക്കുക. അത് സയൻസും പഠിക്കണം, സോഷ്യലും പഠിക്കണം. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഇംഗ്ലീഷ്, മലയാളം, അതോടൊപ്പം തന്നെ കണക്ക്, ഈ 3 വിഷയങ്ങളൊന്ന് പോളിഷ് ചെയ്ത് തുടങ്ങുക. അതോടൊപ്പം തന്നെ പത്രവായന സജീവമാകുക. അറിയേണ്ട കാര്യം, ഈ ഒരു ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മലയാളത്തിലാണ് ചോദിക്കുന്നത്. ജില്ലാ വൈസ് എക്സാമാണ്. നമുക്ക് ആദ്യമായിട്ട് എഴുതാൻ പറ്റുന്ന, ഏതൊരാൾക്കും ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് LDC. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രായം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 40 വയസ്സ് വരെ എല്ലാവർക്കും എഴുതാം. ഏജ് കാറ്റഗറി റിസർവേഷൻ ഉണ്ട്. 3 വയസ്സ് നമ്മുടെ OBC കാറ്റഗറിക്കും 5 വയസ്സ് SC STക്കും ഇപ്പോൾ അനുവദനീയമാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയം ഇപ്പോഴാണ്. പരീക്ഷ ഉടനെ തന്നെ വിജ്ഞാപനം വരാൻ പോവുകയാണ്.